സന്തോഷമാണ്. കാര്യം ദുബായ് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. നമ്മൾ പ്രത്യേകിച്ചും ദുബായിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഓരോ മലയാളികളുടെയും സ്നേഹം എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ ഒരാളെ പോലെയാണ്. എപ്പോഴും നമ്മൾ മലയാളികൾ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് നമ്മളവരെ വെൽക്കം ചെയ്യുന്നത്, നമ്മളെ അവർ വെൽക്കം ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഒരാളെ നമ്മൾ കുറേ നാളിന് ശേഷം കാണുന്ന പോലെ എപ്പോഴും ആ സ്നേഹം ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ദുബായ് വന്ന് തുടങ്ങിയ സമയം മുതൽ ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അങ്ങനെ റേഡിയോയിലേക്ക് ക്ഷണം വന്നു. അങ്ങനെ റേഡിയോയിലേക്ക് വരുമ്പോൾ കൂടുതൽ ആൾക്കാരുമായിട്ട്, ഇവിടെ UAE-യിലുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ നമുക്ക് അടുത്തിടപഴകാൻ, നമ്മുടെ വിശേഷങ്ങൾ പറയാൻ, അവരുടെ വിശേഷങ്ങൾ അറിയാൻ, ഇൻട്രാക്ട് ചെയ്യാൻ, ഇങ്ങനെ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം. റേഡിയോ കേരളം 1476 AM-ൻ്റെ ആ ഒരു ഫാമിലിയുടെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡൻ വിസ കിട്ടുമ്പോൾ അതൊരുപാട് സന്തോഷമുണ്ട്. കാര്യം UAE-യുടെ തന്നെ ഭാഗമായിട്ട്, ഇപ്പോൾ ദുബായിയുടെ തന്നെ ഭാഗമായിട്ട് ഇവിടെയും നിൽക്കാൻ പറ്റും, നാട്ടിലും പോകാൻ പറ്റും. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സിനിമ ഒരുപാട് ഇഷ്ടമായിരുന്നു, പ്രതീക്ഷിക്കാതെയാണ്. അതായത് എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ നടന്നതാണ്. അപ്പോൾ സിനിമയും അങ്ങനെയാണ്. സിനിമ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഈ ചോദ്യം പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ളതാണ്. അതായത് അപ്രതീക്ഷിതമായിട്ട് ഞാൻ സിനിമയിലോട്ട് വന്നതാണ്, അതോ എൻ്റെ ഉള്ളിൽ എവിടെയോ സിനിമ ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ സിനിമയോടുള്ള അടങ്ങാത്ത ആഗ്രഹം, ഇഷ്ടമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം യൂത്ത് ഫെസ്റ്റിവൽ വേദികളിൽ ഇത്തരത്തിന് അഭിനയ പ്രാധാന്യം കൂടുതലുള്ള മോണോ ആക്ട് പോലെയുള്ള ആക്റ്റുകളൊക്കെ വളരെ ഇഷ്ടത്തോടെ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ, ഡാൻസൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് കോളേജിൽ വന്നപ്പോഴും അങ്ങനെ ഫിലിം ക്ലബ്ബുകൾ, മാർവാനീസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് IFFK ട്രിവാൻഡ്രത്ത് ജനിച്ചോളം നടന്നുള്ള രീതിയിൽ IFFKയിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു ഞാൻ. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് IFFKയുടെ ഭാഗമായിട്ട് പോകുന്നത്, ഇതുപോലെ ഫിലിം ക്ലബ്ബുകളിലേക്ക് പോകുന്നതൊക്കെ സിനിമയോടുള്ള ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂടുതൽ സിനിമ നമുക്ക് കാണാൻ പറ്റുമല്ലോ, അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ എവിടെയോ സിനിമയോടുള്ളൊരു ഭയങ്കര ഇഷ്ടം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോഴാണ് മിനി സ്ക്രീനിലേക്ക് അവസരങ്ങൾ വരുന്നത്, ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ സിനിമയിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സിനിമ അഭിനേത്രി ആവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉള്ളിൽ എവിടെ ഉണ്ടെങ്കിൽ അതങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് എൻ്റെ കരിയർ ഇതായിരിക്കും എന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അതിങ്ങനെ സംഭവിച്ചതാണ്. സിനിമ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അതും കൂടെ ചേരുന്നതാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ അപൂർണമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സിനിമ വെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, ഇതാണ് എനിക്ക് വേണ്ടത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നമുക്കൊരു സന്തോഷം ഉണ്ടാവണം, അല്ലേ? ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു കിക്കുണ്ട്. അതെനിക്ക് മറ്റെന്ത് കാര്യം ചെയ്യുമ്പോഴല്ല, എനിക്ക് സിനിമ ചെയ്യുമ്പോൾ മാത്രമാണ് അത് കിട്ടുന്നത്. ഓരോ സിനിമയിലും അത് കഥ കേൾക്കുമ്പോൾ മുതൽ അത് അഭിനയിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രേക്ഷകരത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളടുത്ത് അഭിപ്രായം, നല്ലതോ ചീത്തയോ കേട്ടോ, അവരുടെ എന്താണെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതെനിക്ക് മറ്റൊന്നിൽ നിന്നും കിട്ടാതെ പലപ്പോഴും ഇങ്ങനെ തേടിയിട്ടുണ്ട്, പല കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ നിന്ന് എനിക്ക് എന്നെ മാറ്റി നിർത്താൻ പറ്റില്ല. കാര്യം ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഞാൻ. ഈ ജീവവായു എന്നൊക്കെ പറയില്ലേ, എന്നെ നിലനിർത്തുന്നത് തീർച്ചയായിട്ടും അത് സിനിമ തന്നെയാണ്. എല്ലാ ആക്ടേഴ്സിനും അങ്ങനെയാണ്. നമ്മുടെ മാതൃഭാഷയിൽ നിന്ന് ആദ്യം നമ്മൾ അവിടെ സിനിമ ചെയ്ത് പിന്നെ നമ്മൾ അന്യഭാഷകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിലൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നടന്നത്. അങ്ങനെ പ്ലാൻ ചെയ്ത് നടന്ന കാര്യങ്ങളൊന്നും വളരെ വിജയകരമായി നടന്നതുമില്ല. അപ്രതീക്ഷിതമായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാം, അത് ഞാൻ റൈറ്റാക്കാനായിട്ട് ശ്രമിക്കുകയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഇപ്പോഴാണ് കുറേ കൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ സിനിമയുടെ അവസരം, വെയിലിന് വേണ്ടിയിട്ടുള്ളൊരു അവസരം പ്രതീക്ഷിക്കാത്ത സമയത്താണ് വരുന്നത്. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഡയറക്ടർ ശങ്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എസ് പിക്ചേഴ്സിൻ്റെ പ്രൊഡക്ഷൻ, അദ്ദേഹത്തിൻ്റെ തന്നെ അസോസിയേറ്റ് ആയിരുന്ന ഡയറക്ടർ വസന്ത് ബാലൻ സംവിധാനം ചെയ്യുന്ന സിനിമ. പശുപതി സാറ് അഭിനയിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നായികയായിട്ടാണ്. ആ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ റോള് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ
സ്വപ്നതുല്യമായ തുടക്കമായിരുന്നു ശരിക്കും. ഏതൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നുള്ള ഏറ്റവും വലിയൊരു അവസരം തന്നെയായിരുന്നു എനിക്ക് തേടി വന്നത്. അത് ഞാൻ അതിനൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് മലയാളമോ തമിഴോ അല്ലെങ്കിൽ ഇനി അതർ ലാംഗ്വേജ് അല്ല, എന്താണെങ്കിലും അതൊരു വിഷയമല്ല. നമുക്ക് ഏറ്റവും നല്ല ടീമിൻ്റെ കൂടെ നല്ല കഥകൾ, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിരക്കഥകളിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ വളരെ ഹാപ്പിയാണ്. തമിഴ് എൻ്റെ ആദ്യത്തെ സിനിമ. അത്രയും വലിയൊരു സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. മലയാളത്തിലെ കേരള ഗവൺമെൻറ്റിൻ്റെ മികച്ച നടികളിൽ ഒരാളാവാൻ പറ്റി. 2008 കേരള സ്റ്റേറ്റ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് വന്നു. അപ്പോൾ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് അതിനേക്കാളും മേലെ എനിക്കറിയില്ല. എനിക്കങ്ങനെ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. കാര്യം ആ സിനിമ ചെയ്തു എല്ലാം ഞാൻ പിന്നീട് വന്ന സിനിമകൾ എന്ത് ചെയ്യണം വേണ്ട എന്ന് തീരുമാനിച്ച ഞാനാണ്. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടീമിൻ്റെ കൂടെ, എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അങ്ങനെ മാത്രം സെലക്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ഇത്രയും വർഷം കൊണ്ട് ഇത് 18 വർഷത്തിൽ കൂടുതലായി സിനിമയിൽ വന്നിട്ട്. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സിനിമകൾ വരാത്തതല്ല, സിനിമകൾ എല്ലാ സമയത്തും എന്താ ഇപ്പോഴും എനിക്ക് ഒത്തിരി സിനിമകൾ എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. പല സിനിമകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് പലപ്പോഴും മറ്റു പല ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ഡേറ്റിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വാക്ക് പറഞ്ഞു പോയിട്ട് പിന്നെ അവിടെ നിന്ന് എനിക്ക് വാക്ക് മാറാൻ പറ്റാത്ത എൻ്റെ കുറച്ച് ഐഡിയോളജീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാതായിട്ടുള്ള കുറേ സിനിമകളുണ്ട്. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റി. അത് എൻ്റെ തീരുമാനമായിരുന്നു. എപ്പോഴും ഈ സിനിമകളെല്ലാം ഇങ്ങനത്തെ സിനിമകളുടെ ഭാഗമാവുക എന്ന് പറയുന്നത് എൻ്റെ തീരുമാനം. ഇപ്പം ഞാൻ കൂടുതൽ സിനിമകൾ ചെയ്യുന്നു, നമ്പർ ഓഫ് ഫിലിംസ് കൂടുതൽ ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 12th മാൻ, അന്താക്ഷരി, കടുവ, വരാൽ, ജനഗണമന. ഇപ്പം പ്രേക്ഷകർ ഒരുപാട് കണ്ട ഒരുപാട് സിനിമകളുടെ ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ. ഞാനവിടെ സ്ക്രീൻ സ്പേസ് ആയിരുന്നില്ല നോക്കിയത്. കാര്യം സിനിമ മാറുകയാണ്. അപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് ഒരുപാട് ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള മലയാളികളല്ലാത്ത ആൾക്കാർ വരെ നമ്മുടെ മലയാള സിനിമയെ വലിയ രീതിയിൽ നോക്കിക്കാണുകയാണ്. അപ്പോൾ അത്രയും ആൾക്കാരിലേക്ക് നമ്മളുടെ പെർഫോമൻസ് എത്തുക എന്നുള്ളതാണ് ഞാൻ അവിടെ ചിന്തിച്ചത്. അപ്പോൾ ഞാൻ ഈ ചെയ്ത ചില സിനിമകളിൽ എനിക്ക് വലിയ പെർഫോമൻസിന് സാധ്യത ഉണ്ടായിരുന്നില്ല, പക്ഷേ അത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റോളായിരുന്നു. ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ പലരും വന്നിട്ട് ഞങ്ങൾ ഇന്നലെയാണ് ആ സിനിമ നെറ്റ്ഫ്ലിക്സിൽ കണ്ടത്, ഞങ്ങൾ ഇന്നലെയാണ് പ്രൈമിൽ കണ്ടത്, ഞങ്ങൾ ഇന്നലെയാണ് സോണി ലെവൽ ഹോട്ട്സ്റ്റാറിൽ കണ്ടതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാര്യം എല്ലാ തരത്തിലുള്ള ഓഡിയൻസിലേക്കും നമ്മൾ എത്തുകയാണ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതേസമയം തന്നെ ഞാൻ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ ചെയ്യുന്നുണ്ട്. സിംഗിൾ ഹീറോയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ്, വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റോൾസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോം എന്ന് പറയുന്ന സിനിമയിൽ 1-2 സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ. പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്തരത്തിലുള്ള സിനിമകൾ, എനിക്ക് പെർഫോമൻസിൻ്റെ സാധ്യത കുറഞ്ഞ സിനിമകൾ ചെയ്യാനായിട്ട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പം അത്തരത്തിലുള്ള സിനിമകൾ ഞാൻ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ കമ്മിറ്റ് ചെയ്തേക്കുന്ന, ഞാൻ ചെയ്ത സിനിമകളെല്ലാം തന്നെ വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളാണ്. ഇതെല്ലാം നമ്മുടെ ഒരു തീരുമാനമാണ്. ഒരു സമയത്ത് സിനിമ എന്ന് പറയുന്നത് നിലനിൽപ്പും കൂടെയാണല്ലേ. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ കാണുന്ന സിനിമകൾ നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കാണുന്ന കൂടുതൽ
ചെയ്തു. ലാലേട്ടൻ്റെ കൂടെ ഇവിടം സ്വർഗമാണ് ചെയ്തു, വെളിപാടിൻ്റെ പുസ്തകം ഇവിടം സ്വർഗമാണ് റോഷൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടം, വെളിപാടിൻ്റെ പുസ്തകം ലാൽ ജോസ് സാർ ബെന്നി ചേട്ടൻ പടം. ഇപ്പം 12th മാൻ ലാലേട്ടൻ്റെ കൂടെ 3 സിനിമകൾ ചെയ്യാൻ പറ്റും. ദിലീപ് ഏട്ടൻ്റെ കൂടെ ഓർമ്മ മാത്രം ചെയ്തു, ജയറാമേട്ടൻ്റെ കൂടെ ചെയ്തു, സുരേഷ് ചേട്ടൻ്റെ കൂടെയാണ് മലയാളത്തിൽ ഇവിടെ തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ സിനിമകൾ ചെയ്യാൻ പറ്റും. കാര്യം കുറേയധികം നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ, നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ, നല്ല റൈറ്റേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ പലപ്പോഴും ചെയ്യാൻ പറ്റും. ചിലത് അത് വിജയമുണ്ടാക്കിയ തിയേറ്ററിൽ വിജയമുണ്ടാക്കിയ സിനിമകളായിരുന്നു, ചിലത് അത്രയും ശ്രദ്ധിക്കാതെ പോയ സിനിമകളായിരുന്നു. ആ ശ്രദ്ധിക്കാതെ പോയ പല സിനിമകളിൽ എനിക്ക് വളരെയധികം പെർഫോമൻസിന് സാധ്യത. സിനിമ അങ്ങനെയാണ്, നമ്മളിലേക്കൊരു കഥ എത്തുന്നു, അപ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേയധികം ഘടകങ്ങളുണ്ടായിരിക്കും. നമ്മൾ ആ സിനിമ നമ്മളുടെ ഒരു 100% കൊടുത്തിട്ട് നമുക്കത് അത്രമാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ സിനിമ സാമ്പത്തികമായിട്ട് വിജയിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മളെല്ലാ സിനിമകളും ചെയ്യുന്നത്. അപ്പോൾ ചില സിനിമകൾ വിജയിക്കാറുണ്ട്, ചില സിനിമകൾ വിജയിക്കാറില്ല. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാ ആക്ടേഴ്സിൻ്റെയും ജീവിതത്തിൽ അവരുടെ കരിയറിൽ വന്നു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത സിനിമകളിൽ സാമ്പത്തിക വിജയമുണ്ടായ ഒരുപാട് സിനിമകൾ ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള കുറേ സിനിമകളുടെ നെഗറ്റീവ് ഉണ്ടെന്ന് പറയാം. അല്ലെ, ഇതിൻ്റെ തന്നെ ഗുണകരമായ വശങ്ങളും ദോഷകരമായ വശങ്ങളും ഉണ്ട്. സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെയാണ്, അതൊരു അനുഭവം എന്ന് പറയുന്നത്. നമ്മളൊക്കെ അല്ലേ, ചില സിനിമകൾ തിയേറ്ററിന് വേണ്ടി തന്നെയുള്ളതാണ്, അത് തിയേറ്ററിൽ തന്നെ പോയി കാണാറുണ്ട്. അതേ സമയം തന്നെ സിനിമ ഒരു വ്യവസായം കൂടെയാണ്. അപ്പോൾ മുതൽ മുടക്കുന്ന ആളിന് അത് തിരിച്ചു കിട്ടുക എന്നുള്ള, ചില സിനിമകൾ തിയേറ്ററിന് വേണ്ടിയിട്ടും ചില സിനിമകൾ OTTക്ക് വേണ്ടിയിട്ടും എന്ന് പറഞ്ഞിട്ട് പല സിനിമകളും വരാറുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർ, ഞാൻ ഉൾപ്പെടെ നമ്മളിരുന്നിട്ട് ഞാൻ കൂടുതലും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എങ്കിൽ മാത്രമാണ് എനിക്ക് ശരിക്കുള്ള ഒരു ഫീൽ കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ വീടുകളിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്, ചിലർക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ OTTയുടെ ഒരു ഗുണം എനിക്ക് തോന്നുന്നത്, കൂടുതൽ സിനിമകൾ നമുക്ക് കുടുംബത്തോടൊപ്പം നമുക്ക് ഒറ്റയ്ക്ക് നമ്മളുടെ സമയത്തിനനുസരിച്ച് നമുക്ക് സിനിമ കാണാൻ പറ്റാറുണ്ട് എന്നുള്ളതാണ്. കുറച്ച് അതിൻ്റെ പ്രശ്നമില്ലേ ഉണ്ട്. മറ്റേ നമ്മളൊരു 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒരു സിനിമ കാണുമ്പോൾ ഒരു തരത്തിലുള്ള അതിൻ്റെ ഫീല് നമുക്ക് നഷ്ടപ്പെടുന്നില്ല. നമ്മൾ ആ സിനിമയിലൂടെ സഞ്ചരിക്കുകയല്ല, കഥാപാത്രങ്ങളിലൂടെ ഇമോഷനിലൂടെ എല്ലാം സഞ്ചരിച്ച് നമ്മൾ പോയിട്ട് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ അത്രയും സമയം നമ്മൾ തിയേറ്ററിൽ ഇരുന്നാൽ നമുക്കൊരു സീൻ ബൈ സീൻ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ. പക്ഷെ മറ്റത് നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോഴാണെങ്കിലോ, നമ്മൾ ശരിക്കും ഒരു 10 മിനിറ്റ് കാണുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനിൽ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് അത്യാവശ്യമുള്ളൊരു കോൾ വരുന്നത്, കുട്ടി വിളിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ അത്യാവശ്യക്കാർ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോസ് ചെയ്ത് വെച്ചിട്ട് അതിൽ പോകും. എന്ന് വന്നിട്ട് നമ്മൾ വീണ്ടും കാണും. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ അത്രയും നേരം കണ്ട ആ ഒരു ഇമോഷൻ എന്താണെന്നുള്ളതില്ല. പിന്നെ നമ്മൾ കുറേയധികം ടെൻഷൻ്റെ കൂടെ ഇങ്ങനെയാണ് നമ്മൾ സിനിമ കാണുന്നത്. അപ്പോൾ തിയേറ്ററിൻ്റേതായിട്ടുള്ളൊരു സുഖമുണ്ട്. പിന്നെ എല്ലാവരും അവരവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് കാണുന്നു. OTTയിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, അത് ബിസിനസ് എന്നുള്ള രീതിയിൽ അത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് അത് പൈസ തിരിച്ചു കിട്ടുന്നു എന്ന് പറയുന്നത്, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൂടുതൽ അവർ സേഫ് ആവുന്നു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, കൂടുതൽ പ്രേക്ഷകർ കാണുന്നു. ഏതൊക്കെ സിനിമകൾ വരുന്നു അതൊക്കെ ഒരുപാട് പ്രേക്ഷകർ, മലയാളികളല്ലാത്ത പ്രേക്ഷകർ മലയാള സിനിമകൾ കാണുന്നു. മലയാള സിനിമ നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക്, ലോക സിനിമയുടെ മുന്നിലൊക്കെ മലയാള സിനിമ ഗംഭീര സിനിമകളാണ്. അതായത് വലിയ താരങ്ങളോ ഒന്നും ഇല്ലാതെ ഏറ്റവും നല്ല കഥയാണ് ഏറ്റവും വലിയ ഹീറോ എന്നുള്ള രീതിയിൽ മലയാള സിനിമ എപ്പോഴും വളരെയധികം നല്ല കഥാതന്തുക്കളുള്ള സിനിമകളാണ് എന്നുള്ളത് മറ്റുള്ള സിനിമകളുടെ മുന്നിൽ ഇവിടെ എപ്പോഴും പോകുമ്പോഴത്തേക്ക് നമ്മളത് കേൾക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുന്ന പോസിറ്റീവാണ്. 2 വശങ്ങളും ഉണ്ട്, നമ്മളതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. സാമൂഹിക വിഷയങ്ങളിൽ അഭിപ്രായമുള്ള ഒരാളാണ്, എനിക്ക് എൻ്റേതായ നിലപാടുകളുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാറില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണം. അത് ചിലത് ഞാൻ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആയിരിക്കാം, ചിലത് ഞാൻ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ആയിരിക്കാം കാണിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, ഞാൻ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു പ്രവൃത്തിയിലൂടെ ആയിരിക്കാം, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പല തരത്തിലാണ് ഞാൻ അതിനോട് പ്രതികരിക്കാറുള്ളത്. അപ്പം വിവാദമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഒരു സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന, ഇപ്പോഴല്ല, എൻ്റെ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടം മുതൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ്
പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എത്ര മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് ഇവിടെ എത്താം. നമ്മുടെ കരിയർ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മളെവിടെയെങ്കിലും പരാജയപ്പെട്ടു പോകും, താഴേക്ക് വീഴും, അവിടെ നമുക്ക് പകച്ച് നിൽക്കാൻ പറ്റില്ല. നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത് എന്നുള്ളത്, ആ വിജയത്തിലേക്ക് എത്താൻ പറ്റാതിരുന്നതിൻ്റെ പാളിച്ച എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, വീണ്ടും നമ്മൾ ഓടുക, അത്രമാത്രമേ ഉള്ളൂ. വീണ്ടും തളർന്നേക്കും. ഇതൊരു ഓട്ട മത്സരമാണ്. അപ്പോൾ നമ്മൾ പോകും. ജീവിതം അതുപോലെ തന്നെയാണ്. ജീവിതത്തിലും ചിലപ്പോൾ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകാമെന്ന് തീരുമാനിക്കും, അത് വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതായത് എല്ലാ തീരുമാനങ്ങളും ഒക്കെ നമുക്ക് ശരിയാവണമെന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താണോ ആ മൊമെൻറ്റിൽ നമ്മൾ എന്താണോ ശരിയെന്ന് തോന്നുന്നത്, നമ്മളുടെ ഗട്ട് ഫീൽ എന്താണോ അതിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതത്തിലാണെങ്കിലും നമ്മുടെ പ്രൊഫഷനിലാണെങ്കിലും. തെറ്റായ തീരുമാനങ്ങൾ ലൈഫിൽ വരുമ്പോൾ അത് പകച്ചു പോകലാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്നത്. ചില ലോകം ചെയ്യാൻ ഒരുപാട് സമയവും അല്ലെങ്കിൽ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ വേണ്ടി വരും. അത്തരം ധൈര്യം ആർജിക്കുക എന്നുള്ളത് കൂടി ഇതിൽ തെറ്റ് ശരിയെന്നൊന്നുമില്ല. ഇത് സ്ഥിരം പറയുന്നൊരു കാര്യമാണ്. തെറ്റ് ശരിയെന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനം അത് എന്താണെങ്കിലും കേട്ടോ, ജീവിതത്തിലാണെങ്കിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും നമ്മൾ എല്ലാ തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്ന മൊമെൻറ്റ് അത് റൈറ്റാണല്ലോ. ആരും ഒരു തെറ്റായ തീരുമാനം എടുക്കില്ല. അപ്പോൾ നമ്മുടെ ആ സാഹചര്യം നോക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര റൈറ്റായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. ഓക്കെ, ഞാൻ ഇങ്ങനൊരു കാര്യത്തിലേക്ക് നമ്മൾ മുന്നിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു പ്രോജക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ പ്രോജക്റ്റ് ഒരുപക്ഷെ ഒരു പരാജയമായി പോകുമ്പോഴത്തേക്ക് എന്തിനാണ് പഠിക്കുന്നത്? ആ സമയത്തേക്ക് അത് നന്നായിട്ട് വരും എന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇല്ല, ഓക്കെ, അതിന് എന്താണ് പാളിച്ച, ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് എൻ്റെ പാളിച്ച ഇതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള. നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അനുഭവങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. വീണ്ടും നമ്മൾ പോളിഷ്ഡ് ആയിട്ട് വരുള്ളൂ, നമ്മൾ കുറച്ചുകൂടി ഒരു ബെറ്റർ പേഴ്സണാലിറ്റി ആവുള്ളൂ. അപ്പം അതിൽ നിന്നൊക്കെയുള്ള അനുഭവം ഉൾക്കൊണ്ട്, ആ ഒരു ലെസൺ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ പോളിഷ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രം. നമ്മുടെ ഈ മൊമെൻ്റാണ് നമ്മൾ ആരെയും ആത്യന്തികമായിട്ട് നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാതിരിക്കുക. ഏറ്റവും പ്രധാനം അതിനേക്കാളും അവനവൻ ഹേർട്ടാവാതിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു നമ്മുടെ സെൽഫ് എന്നുണ്ടല്ലോ, ഒരു സെൽഫ് നമുക്ക് നമ്മളോട് വാല്യൂ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് നമ്മളെ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ വാല്യൂ കൽപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഏറ്റവും പ്രധാനമാണ്. കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ലോസ്റ്റായിപ്പോവും. അതല്ല, നമുക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ്, നമുക്ക് നമ്മളോടൊരു സ്നേഹം, എങ്കിൽ മാത്രമേ നമ്മുടെ ചുറ്റിനും കാണുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് എൻ്റെ ചുറ്റിനുള്ളവർ ഒരുപാട് സ്നേഹിക്കാൻ പറ്റുക, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ ഓടാൻ പറ്റുക. ഏറ്റവും പ്രധാനം എന്ന് പറയണത്, അത് ഞാനെന്നല്ല, ഞാൻ എല്ലായിടത്തും പറയണതാണ്, നമുക്ക് നമ്മളോടൊരു മതിപ്പും സ്നേഹമൊക്കെ വേണം. നമ്മൾ വലുതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ. ലാലേട്ടൻ ചിത്തുവേട്ടൻ പടം റാമാണ് ഇനി വരാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ തമിഴിലെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, തമിഴ് മലയാളം ഒരു ബൈലിംഗൽ മൂവിയുണ്ട്. ഇതൊക്കെയാണ് റിലീസാകാനുള്ള പ്രോജക്ട്സ്. പിന്നെ ഇനി അടുത്ത് ചെയ്യാനുള്ളത് മലയാളം തമിഴിൽ ആയിട്ടുള്ള 1-2 പ്രോജക്ട്സുകളാണ് ഇനി അടുത്തത് ഷൂട്ടിംഗ് വരാനുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ കരിയറിലെ വിശേഷങ്ങൾ.